ഈ വഴക്കൊക്കെ ഇടുന്ന ടൈമിൽ നമ്മൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും. നമ്മളുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യണം. അത് കാരണോണ്ട് തന്നെ നമുക്ക് നമ്മളുടെ നാക്കിന് എല്ലില്ല എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മൾ വിളിച്ച് പറയും. ഇല്ലാത്ത കാര്യങ്ങൾ പറയും, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല, എന്നിരുന്നാലും നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ മെസ്സപ്പ് ചെയ്തു എന്നറിയുന്ന ആ ഒരു നിമിഷത്തിൽ പലരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി ഒളിക്കുകയാണ് ചെയ്യുക. അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ചിലർ ഡിസ്റ്റൻസ് ഇടും, ചിലർ സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. സോ ഈ പിണങ്ങിപ്പോക്കും മിണ്ടാതിരിക്കലും ഡിസ്റ്റൻസ് ഇടലൊക്കെ വന്നിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും സർവ്വസാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളുടെ റിയൽ ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു വഴക്കിടലിന് ശേഷം നിങ്ങളെ കൊണ്ട് ഒരു കോൺവെർസേഷൻ കാമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു വ്യക്തിയുടെ കണ്ണ് നോക്കി നിങ്ങൾക്ക് അവരെ പാമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രോമാസിനെയും പാറ്റേൺസിനൊക്കെ വന്നിട്ട് അനലൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ഒരു തെളിവും കൂടെയാണിത്. അപ്പോൾ ഓരോ വഴക്കിടലും ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നെക്സ്റ്റ് ടൈം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ അത് ഇനിയും വേഴ്സ് ആക്കണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റിക്ക് ഇവിടെ വഴക്കിടലല്ല മെയിൻ ആയിട്ടുള്ള കാര്യം, എങ്ങനെ നിങ്ങൾ റീ എൻട്രി കൊടുക്കുന്നു എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. രണ്ടുപേർക്കും ആ ഒരു മനസ്സുണ്ടാവണം, രണ്ടുപേർക്കും അതിൽ നിന്ന് ഗ്രോ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സൂപ്പർ ആയിരിക്കും.